അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫയാ ഇഖ്വാനി ഫില്ലാ. ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന പ്രമുഖനായ പണ്ഡിതനാണ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ. ഏറെ സുപരിചിതനായ റിയാദിലുള്ള ഷെയ്ഖാണ് അദ്ദുക്തൂർ സാലിഹ് ഇബ്നു അബ്ദില്ലാ അൽ ഉസൈമി ഹഫിളഹുല്ലാ. അദ്ദേഹം പറയാണ്, ഫഷ്കുറുല്ലാഹ അസ്സ വജല്ല, നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കണം. ഇഅ്തിറാഫൻ ബിഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവാണ് ഈ അനുഗ്രഹങ്ങൾ നൽകിയത് എന്ന് സമ്മതിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് നന്ദി കാണിക്കണം. വസനാഅൻ ബി അൽസിനതിക്കും, നിങ്ങളുടെ നാവ് കൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കണം. വഅമലൻ ബി ജവാരിഹിക്കും, നിങ്ങളുടെ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിച്ച് അമൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ഫീമ അഹബ്ബഹുല്ലാഹു വറദിയഹു, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ അവയവങ്ങൾ കൊണ്ട് ചെയ്തും നാവ് കൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തിയും ഹൃദയം കൊണ്ട് അനുഗ്രഹങ്ങളെ സമ്മതിച്ചുകൊണ്ടും അള്ളാഹുവോട് നൽകിയതെന്ന് അംഗീകരിച്ചുകൊണ്ടും നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കണം. വജ്തനിബുൽ മആസിയ, നിങ്ങൾ തിന്മകളെ വെടിയണം. ഫഇന്നഹ തഹ്സുദു നിഅം, കാരണം ഈ തിന്മകൾ എന്നുള്ളത് അനുഗ്രഹങ്ങളെ കൊയ്തെടുക്കുന്നതാണ്. കമാ യഹ്സുദു സാരിഉ സറഅഹു, ഇതുപോലെ കൃഷിക്കാരൻ അവൻ്റെ കൃഷി കൊയ്തെടുക്കുന്നത് പോലെ തിന്മകൾ അനുഗ്രഹങ്ങളെ കൊയ്തെടുക്കുന്നതാണ്. തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ അത് അനുഗ്രഹങ്ങളെ ഇല്ലാതെയാക്കും. അതുകൊണ്ട് നിങ്ങൾ തിന്മകൾ വെടിയണം. ഫന്നിഅമു, എന്നിട്ട് അദ്ദേഹം പറയാണ്, അനുഗ്രഹങ്ങൾ ഇദാ ശുകിറത്ത് ഖറത്ത്, അത് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചാൽ ഖറത്ത്, അതവിടെ സ്ഥിരമായി നിലനിൽക്കും. വഇദാ കുഫിറത്ത്, ഇനി അനുഗ്രഹങ്ങൾക്ക് നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ ഫറത്ത്, അത് നമ്മളിൽ നിന്ന് ഓടി അകലും, ഇല്ലാതെയായി തീരും, അകന്നുപോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചാൽ ആ അനുഗ്രഹം അവിടെ തുടരും, അല്ലെങ്കിൽ അത് നമ്മളിൽ നിന്ന് നഷ്ടമാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്ക്, നന്ദി കാണിക്കുക, അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്നുള്ളത് ഹൃദയം കൊണ്ടുണ്ട്, നാവ് കൊണ്ടുണ്ട്, അവയവങ്ങൾ കൊണ്ടുണ്ട്. ഹൃദയം കൊണ്ട് അംഗീകരിക്കണം, അതുപോലെ തന്നെ നാവ് കൊണ്ട് അള്ളാഹുവിന് ഹംദ് പറയണം, അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ പറയുക എന്നുള്ളത് അത്തഹദ്ദുസു ബിനിഅമത്തില്ലാഹി ശുക്ർ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അത് പറയുക എന്നുള്ളത് നന്ദിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, നിനക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ, റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾ നീ പറയണമെന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ അവയവങ്ങൾക്ക് നന്ദിയുണ്ട്, അവയവങ്ങൾ കൊണ്ട് അമലുകൾ ചെയ്യണം, അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ. ഇതാണ് അർക്കാനു ശുക്ർ എന്ന് പണ്ഡിതന്മാർ പറയാറുള്ളത്, നന്ദിയുടെ ശുക്റിൻ്റെ 3 റുക്കനുകൾ. അതുപോലെ തന്നെ തിന്മകൾ വെടിയുക. പല സലഫുകളും പറയാറുണ്ട് അശുക്ർ തർക്കുൽ മആസി, നന്ദി എന്ന് പറഞ്ഞാൽ തിന്മകൾ വെടിയുക എന്നുള്ളതാണ് എന്ന് സലഫുകളിൽ പലരും പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ തിന്മകൾ അനുഗ്രഹങ്ങളെ ഇല്ലാതെയാക്കും. നമ്മൾ എത്രത്തോളം നന്ദി കാണിക്കുന്നുണ്ടോ ആ അനുഗ്രഹം അവിടെ നിലനിൽക്കും. നന്ദികേട് കാണിക്കുമ്പോൾ അള്ളാഹു തആല അത് എടുത്തു കളയും. അള്ളാഹു തആലയാണ് മുൻഇം, നമ്മൾക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നവൻ. അവൻ ഏത് സമയത്തും അത് എടുത്തു മാറ്റാൻ സാധിക്കും. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഏത് അനുഗ്രഹങ്ങളാകട്ടെ, നമ്മുടെ ഹിദായത്താകട്ടെ, അതുപോലെ തന്നെ ആഫിയത്ത് സൗഖ്യം ആരോഗ്യമാകട്ടെ, സമ്പത്താകട്ടെ, അതുപോലെ തന്നെ നിർഭയത്വമാകട്ടെ, എന്തൊക്കെ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ടോ, മക്കളാകട്ടെ, എന്തും അള്ളാഹു നൽകിയതാണ്. അതേത് സമയത്തും അള്ളാഹു എടുത്തു മാറ്റാൻ സാധ്യതയുണ്ട്. അത് ഇല്ലാതിരിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം, തിന്മകൾ വെടിയണം. അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ഷക്കൂറുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ധാരാളമായി അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.